ഹായ് കൂട്ടുകാരെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഉണ്ടാക്കാം സോസേജ് കറി. സോസേജ് ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ നല്ലതാ കറി. സോസേജ് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാണ് ഞാൻ വയ്ക്കുന്നത്. തേങ്ങാക്കൊത്തൊക്കെയും കാണിച്ചു തരാം. ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ തേങ്ങാക്കൊത്ത്, തക്കാളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, സവോള, ഇത്രയും കട്ട് ചെയ്ത് വെച്ച് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്തത് ഫ്രിഡ്ജിനകത്തിരിക്കുക. പോയി എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ആദ്യമേ ഞാൻ പറയട്ടെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയറും ചെയ്ത് കൊടുക്കണം. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചേക്കണേ. ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ച് കൊടുത്തേക്കണം. പിന്നെ അപ്പം ഞാൻ പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ നമുക്ക് സവോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ. ഇഞ്ചിയും കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്. അപ്പോൾ ബാക്കിയെല്ലാം ചെയ്യണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പോസ് ചെയ്ത് വെക്കുവാണേ. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ടു. ഗരം മസാല, ഇത് ഞാൻ പൊടിച്ച് വെച്ച മസാലയാണ്. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തേ. നമുക്ക് സോസേജ് ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ ഈ വെള്ളത്തിൽ ഇതൊന്ന് വഴണ്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ച വെള്ളം. തീ കൂട്ടിയിട്ട് കൊടുക്കുക. ഇനി ഇരുന്ന് വേകട്ടെ. ഗ്യാസ് തീരുവാണോ എന്നൊരു സംശയമുണ്ട്. അപ്പം നമ്മുടെ സോസേജ് കറി റെഡി. അതിനകത്ത് ഞാൻ ഇച്ചിരി തേങ്ങാപ്പാൽ കലക്കി ഒഴിക്കുവാണേ. അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. നല്ല ടേസ്റ്റ് കിട്ടും. പുട്ടിന് കറിയല്ലേ. അപ്പം വാവ്, സൂപ്പർ, അടിപൊളിയാണ്. എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കണം. നമുക്ക് തീയലിനുള്ള തേങ്ങ വറക്കാം. തേങ്ങ വറക്കുന്ന കൂട്ടത്തിൽ 2 മണി ഉലുവയും കൂടി ഇട്ട് വറക്കണേ. ഉലുവ, ചുവന്നുള്ളി, കറിവേപ്പില. ഈ വറക്കുന്ന കൂട്ടത്തിലിട്ട്
തേങ്ങ വറക്കുന്ന കൂട്ടത്തിയിട്ട് വറക്കണേ. ഉലുവയും ചുമന്നുള്ളി കറിവേപ്പില പിന്നെ തേങ്ങയും കൂടെ വറുത്തെടുക്കണ്ടേ. അപ്പം നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പം എൻ്റെ അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല, കട്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കട്ടായിപ്പോവും. അപ്പം ചോറ് വെന്ത് ഞാൻ ചോറ് ഊറ്റാൻ പോവാണേ. തേങ്ങ വറുത്തുകൊണ്ടിരിക്കാനിടയ്ക്ക് ചോറ് നോക്കിയപ്പോൾ ചോറ് വെന്തത്. ഇനി ഊറ്റിയിട്ട് വരട്ടെ. അപ്പം നമ്മുടെ തീയലിനുള്ള തേങ്ങ മൂത്തു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഈ തേങ്ങയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക. ആ ചൂടിൽ, തേങ്ങയ്ക്ക് ചൂടുണ്ടല്ലോ, ആ ചൂടിൽ മുളകും മല്ലി ഇവിടെയും പച്ച ചുവ മാറിക്കോളും. ഓക്കെ, മുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ചൂടിൽ കണ്ട തേങ്ങയ്ക്ക് നല്ല ചൂടുണ്ട്. തേങ്ങയ്ക്ക് ഈ പാനിന് നല്ല ചൂടുണ്ട്. ആ ചൂടിൽ മുളകും മല്ലിയും കൂടെ മൂത്ത് കിട്ടും. ഓക്കെ, ആര് തേങ്ങ തീയലിന് വറുത്താലും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കണമല്ലോ. അത് തേങ്ങ മൂത്ത് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടുക. അപ്പോൾ ആ പാനിന് ചൂടുണ്ട്, അതിൻ്റെ കൂടെ തേങ്ങയ്ക്ക് നല്ല ചൂടായിരിക്കും. അപ്പോൾ ആ ചൂടിലും മുളകും മല്ലിയും മൂത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. അത് തണുത്തിട്ട് നമുക്ക് അരയ്ക്കാം. ഇനി അടുത്ത പണിക്കും. അതെ, നിങ്ങൾ വിചാരിക്കും ഈ തീയലെന്ന് പറയുന്നത് എന്ത് തീയലാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന്. തീയലിന് തേങ്ങയൊക്കെ വറുത്തല്ലോ. പറഞ്ഞുതരാം, കാണിച്ചു തരാം എന്തോ തീയലെന്ന്. സവോളയും മുരിങ്ങയ്ക്കയും പച്ചമുളകും ഇത്. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, പിന്നെ ഒരു 10 ചക്കക്കുരു എടുത്തു. പിന്നെ തക്കാളി. അപ്പോൾ പറങ്ങാണ്ടിയും ചക്കക്കുരു, മുരിങ്ങയ്ക്കയും സവോളയും തക്കാളിയും കൂടെ തീയൽ. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാണോ ഈ ചക്കക്കുരു എന്തിനാ പറങ്ങാണ്ടിയുടെ കൂടെ ഇടുന്നതെന്ന് തീയലിനകത്ത്. ഇടത്തില്ലായിരിക്കാം, പക്ഷേ ഞാനങ്ങനൊന്ന് വെച്ച് നോക്കുക. അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. ഓക്കെ, കടുക് ഇട്ട് കൊടുത്തു. കറിവേപ്പില, നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് വഴണ്ട് കിട്ടും. എത്ര മിനിറ്റ് ആയുണ്ട്. ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് പറങ്ങാണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് പറങ്ങാണ്ടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, വഴണ്ട് വരട്ടെ. ഇപ്പോഴത്തെ നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മൾ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ. നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വഴണ്ടും. അത് ഞാൻ ഫോൺ അവിടെ നിന്ന് എടുക്കുന്നില്ല കേട്ടോ. അവിടെ നിന്ന് എടുത്ത് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കഴിഞ്ഞ തവണ തീയൽ വെച്ചപ്പോഴേ തീയലിനകത്താണ് എൻ്റെ ഫോൺ വീഴുന്നത്. അതേപോലെ ഞാൻ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അടുപ്പേൽ വഴറ്റാൻ വെച്ചതെല്ലാം വഴണ്ടു വന്നു. മുരിങ്ങയ്ക്ക, സവോള, തക്കാളി, പിന്നെ കറിവേപ്പില, ചക്കക്കുരു. അപ്പോൾ ഞാൻ തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിനി ഒന്ന് തിളച്ച് ചക്കക്കുരു ഇട്ടിട്ടുണ്ടല്ലോ, അതൊന്ന് വെന്ത് വരട്ടെ. ബാക്കിയുള്ളതൊക്കെ വെന്തതാണ്. കാര്യം പറങ്ങാണ്ടിപ്പരിപ്പ് നമ്മുടെ ഫ്രഷ് പച്ചയല്ലല്ലോ, മരത്തേന്ന് പറിച്ചെടുത്തല്ലേ.
മറ്റേ പറങ്ങാണ്ടിപ്പരിപ്പ് നമ്മൾ വാങ്ങിച്ച് വെച്ചിരുന്നത് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് ഞാൻ എടുത്തതാണ്. അപ്പോൾ അത് കുതിർന്ന് വന്നപ്പോഴത്തേക്ക് അത് രണ്ടായിട്ട് അടർന്നു വന്നേ. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇനി അടുത്ത തോരൻ വയ്ക്കണം. അപ്പോൾ തോരൻ വയ്ക്കാനുള്ളത് ഞാൻ ബീട്രൂട്ട് തോരനാണ്. അപ്പോൾ ബീട്രൂട്ട് അരിയട്ടെ. അപ്പോൾ കൂട്ടുകാരെ, കിളിമീൻ ഞാൻ ബീട്രൂട്ട് തോരൻ വയ്ക്കാൻ അരിയാൻ പോകുമെന്ന് പറഞ്ഞ് പോയതില്ലേ. അപ്പോൾ അരിയാൻ പിന്നെ പൈപ്പിൻ്റെ അവിടോട്ട് ചെന്നപ്പോൾ അവിടെ മീൻ വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അത് ഐസെല്ലാം പോയി കിടക്കും. അപ്പോൾ ഞാൻ അത് കഴുകി വൃത്തിയാക്കി, വെട്ടി വെച്ചിരുന്ന മീനാണ്, കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ അതൊന്നും കൂടി ഒന്ന് കഴുകി ഇതെല്ലാം തേങ്ങയും ഉള്ളി ഇതെല്ലാം ചേർത്ത്, വെളുത്തുള്ളി ഇഞ്ചിയും ഇതെല്ലാം ചേർത്ത് പുളിയെല്ലാം റെഡിയാക്കി, കറിവേപ്പിലയൊക്കെ ഇട്ടു, എല്ലാം റെഡിയാക്കി വെച്ചു. അതും കൂടി ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് അടുപ്പിലാക്കാം. അപ്പോൾ അടുപ്പൊന്ന് ഒഴിഞ്ഞ് കിടക്കുക. തോരൻ ഇത് വെച്ചിട്ട് നമുക്ക് ബീട്രൂട്ട് തോരൻ എടുക്കാം. ഓക്കെ. ഇത് ചൂടുവെള്ളം ഒഴിക്കുന്നില്ല ഞാൻ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് മീൻ പീര പറ്റിക്കാൻ അടുപ്പിൽ വെക്കാം. കിളിമീനാണ്, അടുപ്പിൽ വയ്ക്കാൻ പോവാണ്. എന്നെ വിയർത്ത് ഇവിടെ കിച്ചണിൽ ഭയങ്കര ചൂടാകട്ടെ. ഞാൻ ഈ ഡോറും കൂടെ അടച്ചിട്ടേക്കും, അതുകൊണ്ട് നല്ല ചൂട്. അപ്പം നമ്മുടെ തീയലിൻ്റെ വെള്ളം എല്ലാം റെഡിയായി വെന്തു. ഇനി നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് കേട്ടോ. ഇത് നമ്മൾ പിഴുപുളിയാണ് ചേർക്കാൻ പോകുന്നത്. പുളി പിഴിഞ്ഞില്ല, പുളി പിഴിയണം. വെള്ളം പോരാ. ഇത് വീഡിയോ മറ്റേത് തോരനെല്ലാം കൂടെ വെക്കുന്ന എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ടൈമായി 12 മിനിറ്റ് കണ്ടായിട്ടുണ്ട്. ഞാൻ കെറ്റലിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ. വെള്ളം തിളപ്പിച്ചിട്ടിട്ടുണ്ട്. തണുത്ത വെള്ളം ചേർക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അത് തിളച്ച് റെഡിയാവട്ടെ. മീൻ പീരയ്ക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അപ്പം നമ്മുടെ തോരനുള്ളത് അരിഞ്ഞ് റെഡിയാക്കി. ഇനി നമുക്ക് അടുപ്പിലാക്കാം. കടുക് വറുത്ത് പാൻ അടുപ്പിൽ വെച്ച് പേടിയൊക്കെ. അപ്പോൾ കടുക് വറുക്കാൻ എണ്ണ ഒഴിക്കട്ടെ. കടുക് വറുത്തിട്ട് ഇട്ടിട്ട് കൊടുക്കാം. വൈകിട്ട് ചപ്പാത്തിക്ക് പകരം പുട്ട. ഈ പുട്ടുപൊടിയിൽ ഇത്ര നികന്ന് വെള്ളം ഒഴിച്ച് ശരിക്കും അങ്ങ് വെള്ളം ഒഴിക്കണം. വെള്ളം അങ്ങ് ഒഴിക്കണം. എന്നിട്ട് ഒന്ന് കുതിർത്ത് നോക്കണം. നല്ലതാണ്. കാരണം ശരിക്കും വെള്ളം ഒഴിച്ച് കണ്ടോ. ഇതിങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് കിളിമീൻ പീര വറ്റിച്ചത്, പറങ്ങാണ്ടി തീയൽ, ബീട്രൂട്ട് തോരന്, സോസേജ് കറി. ഓക്കെ. പിന്നെ നമ്മുടെ പുട്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബായ്.